ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ KV മാമൻ സാറിന് ഹൃദ്യമായ സ്വാഗതം. മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ KV മാമൻ സാറാണ്. അദ്ദേഹത്തിന് ഈ വരുന്ന നവംബറിൽ 95 വയസ്സ് പൂർത്തിയാവുകയാണ്. മലയാള മനോരമയിൽ 1953 മാധ്യമ പ്രവർത്തകനായി ചേർന്ന അദ്ദേഹം 37 വർഷം മനോരമയിൽ വിവിധ തസ്തികകളിൽ മാധ്യമ പ്രവർത്തകനായിരുന്നു. അസിസ്റ്റന്റ് എഡിറ്ററായി വിരമിച്ചു. അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രകാരനാണ്. ഒട്ടേറെ സമ്പന്നമായ അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. മാമൻ മാപ്പിള നിയമിച്ച, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. മാമൻ മാപ്പിളയുടെ പിൻതലമുറക്കാരായ 3 പത്രാധിപന്മാർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്പന്നമായ അനുഭവങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവെക്കും. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും സംസ്കാരവും, കാലം ചെയ്ത 8 കത്തോലിക്ക ബാബമാരുടെ ചരിത്രം ഉൾപ്പെടെ 100-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിലക്കൽ പള്ളിയുടെ സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു ഏതാണ്ട് 1/2 നൂറ്റാണ്ടുകാലം. ചർച്ച് വീക്കിലിയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത്. 40 വർഷത്തിലധികം അതിന്റെ പത്രാധിപ സമിതിയിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്പന്നമായ ജീവിതകഥ അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. മലങ്കര സഭ എന്ന ബോധിവൃക്ഷ തണലിൽ എന്നാണ് ആ ആത്മകഥയുടെ പേര് തന്നെ. അപ്പൊ എനിക്ക് താങ്കളോട് ആദ്യം ചോദിക്കാനുള്ളത്, പത്തനംതിട്ട ജില്ലയിലെ മാക്കാംകുന്ന് എന്ന ചെറു ഗ്രാമത്തിൽ നിന്ന് താങ്കൾ എങ്ങനെ മാധ്യമ പ്രവർത്തകനായി? ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സാർ ആരംഭിക്കാം. 1930 പറഞ്ഞാ മതി. 1929 നവംബർ 11-ാം തീയതി ജനിച്ച ഞാൻ പത്തനംതിട്ട കാതോലിക്കേറ്റ് ഹൈസ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 1948 ഞാൻ SLC പാസ്സായി. എന്നാൽ നാട്ടിൽ കോളേജ് ഇല്ലാഞ്ഞുകൊണ്ട് ആ വർഷം കോളേജിൽ ചേരാൻ സാധിച്ചില്ല. തുടർന്ന് 1950 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഇന്റർമീഡിയറ്റ് കോളേജിൽ ചേർന്നു. അവിടെ നിന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. ആ വർഷം എന്റെ പിതാവ് മരിച്ചു പോയതിനാൽ തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് 1 വർഷം പഠിക്കാതെ നടന്ന് 1951 ഞാൻ കോട്ടയം CMS കോളേജിൽ BA-ക്ക് ചേർന്നു. അങ്ങനെ 1953 BA പാസ്സായ ശേഷം ആ പാസ്സായ ദിവസം തന്നെ എന്നെ മലയാള മനോരമയിൽ സബ് എഡിറ്ററായിട്ട് നിയമിച്ചു. അന്ന് ചീഫ് എഡിറ്റർ KN ചെറിയാൻ മാമൻ മാപ്പിളയുടെ പിൻഗാമിയായി ചുമതല വഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം KM മാത്യു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിൽ ഞാൻ ജോലി തുടർന്നു. മനോരമയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകരുത് എന്നുള്ള വ്യവസ്ഥയോടെയാണ് ഞാൻ അവിടെ പ്രവർത്തിച്ചത്. ആ പത്രപ്രവർത്തനത്തിൽ പ്രാദേശിക വാർത്തകളും മറ്റും എഡിറ്റ് ചെയ്യുക, അതിന് തന്റെ ഹെഡിങ്ങിട്ട് കൊടുക്കുക. കൂടാതെ ഞാൻ ഒരു പ്രസംഗകനായാൽ ബാലയൻ സിക്കിന്റെ ഫുൾ ചുമതല, അതായത് ശങ്കർ ചേട്ടൻ എന്ന കാണപ്പെടാത്ത വ്യക്തിയുടെ പ്രതിനിധിയായി തിരുവിതാംകൂറിനും കൊച്ചിയിലും സഞ്ചരിക്കുകയും അനേകം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും പല വലിയ ആളുകളുമായി സമ്പർക്കത്തിൽ വരികയും ഒക്കെ ചെയ്തു. അതെല്ലാം മനോരമയിൽ കയറിയ ശേഷമാണ്. അക്കാലത്താണ് പ്രാദേശിക വാർത്തകൾക്ക് വേണ്ടി പ്രത്യേകം എഡിഷൻ പേജ് ഉണ്ടാക്കിയത്. അതിന്റെ ചുമതല എനിക്കായിരുന്നു. കൂടാതെ 4-5 വർഷം കഴിഞ്ഞപ്പോൾ 1959
നാഗപ്പൂരിലെ ഇസ്ലഫ് കോളേജിന്റെ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ഡിപ്ലോമ കോഴ്സിന് ചേരുകയും 1 വർഷത്തെ ഡിപ്ലോമ പഠനത്തിന് ശേഷം 1ാം ക്ലാസ്സിൽ പാസ്സാകുകയും ചെയ്തു. തുടർന്ന് ഞാൻ തിരികെ വരികയും മനോരമയിൽ പ്രൊമോഷനോടുകൂടി ജോലി തുടരുകയും ചെയ്തു. അങ്ങനെ തുടർന്ന സമയത്തിന് ശേഷം ചീഫ് സബ് എഡിറ്റർ, അസിസ്റ്റന്റ് എഡിറ്റർ എന്നീ തസ്തികകൾ വഹിക്കുകയും 1988 ഞാൻ റിട്ടയർ ചെയ്യുകയും ചെയ്തു. 37 വർഷത്തെ സേവനത്തിന് ശേഷം എന്റെ സേവനത്തെ മുൻനിർത്തി അവർ 2 വർഷം കൂടി എന്റെ പ്രവർത്തന കാലാവധി നീട്ടിത്തരികയും 1990 ഞാൻ റിട്ടയർ ചെയ്യുകയും ചെയ്തു. അതാണ് പത്രപ്രവർത്തനത്തിന്റെ ആകെ ചുരുക്കം. ഈ കാലയളവിൽ എഡിറ്റിംഗ് അല്ലാതെ മറ്റു ജോലികളൊന്നും എനിക്ക് ഇല്ലായിരുന്നു. പ്രധാനപ്പെട്ട സഭാ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, മറ്റു ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ പങ്കെടുത്ത് വേണ്ട റിപ്പോർട്ട് തയ്യാറാക്കല്ലാതെ റിപ്പോർട്ടർ തന്നെ എനിക്ക് യാതൊരു ചുമതലയും ഇല്ലായിരുന്നു. അതേസമയം 2-3 പ്രാവശ്യം അഖിലേന്ത്യാ പര്യടനം നടത്തുകയും കാശ്മീരിൽ ഒരാഴ്ച ഡാൽ തടാകത്തിൽ താമസിക്കുകയും കാശ്മീർ മുഴുക്ക കാണുകയും ഞാൻ ഒരു പുസ്തകം എഴുതുകയും ചെയ്തു, കാശ്മീർ താഴ്വരയിൽ. ആ പുസ്തകം ഇപ്പൊ കിട്ടാനില്ല. അങ്ങനെ ഡാൽ തടാകത്തിൽ ഒരാഴ്ച താമസിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ വലിയൊരു സംഭവമാണ്. കൂടാതെ അന്ന് യുവരാജാവായിരുന്ന ഡോക്ടർ കരൺ സിംഗ്, ഇന്ന് അദ്ദേഹം ഉണ്ട്, ഞങ്ങൾക്കൊരു സ്വീകരണം തരികയും അവരെ മധ്യ സർക്കാർ നടത്തുകയും ചെയ്തു. പക്ഷേ ഞാനും എന്റെ കൂടെ പോയിരുന്നതായ NC കുരുവിള എന്ന എറണാകുളത്തെ പ്രതിനിധിയും മദ്യം കഴിക്കുകയില്ലായിരുന്നു. ഇന്നും കഴിക്കാറില്ല, അന്നും കഴിക്കാറില്ല. അങ്ങനെ മധ്യ കേരളത്തിൽ മദ്യം കഴിക്കാത്ത പത്രപ്രവർത്തകരിൽ ഒന്നാമനാണ് ഞാൻ എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ആത്മകഥയില് മധ്യ കേരളത്തില് ശുദ്ധേരം കൊണ്ട് ജീവിച്ച ആൾ എന്നൊരു അധ്യായം എഴുതിയിട്ടുണ്ട്. അത് പലരും വായിക്കുകയും എന്നെ അനുമോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടനുബന്ധിച്ച് KC മാമ്മയുടെ ജീവിതത്തിൽ ഒരു സംഭവം കൂടി പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. 80 വയസ്സായപ്പോഴേക്കും KC മാമൻ മാപ്പിളയ്ക്ക് മലബന്ധം എന്ന രോഗം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്നു. ഇതിന് പരിഹാരമായി കോട്ടയം ജില്ലാ ആശുപത്രിയുടെ ഡോക്ടറെ വിളിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറിന് കഴിഞ്ഞ് അത്താഴത്തിന് ശേഷം എല്ലാ ദിവസവും 1-2 പെഗ് ബിസ്കിയോ ബ്രാൻഡിയോ കഴിച്ചു കിടക്കുക, അപ്പോൾ ഈ അസുഖം മാറും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 7-8 ആൺമക്കളാണ്, ഞാൻ ബിസ്കിയും ബ്രാൻഡിയും വാങ്ങി എന്റെ അലമാരിയിൽ വെച്ചാൽ അവന്മാർ അത് ഞാൻ കാണുന്നത് കുടിക്കുകയും അവസാനം മുക്കുടിയന്മാരാകുകയും അങ്ങനെ അവരുടെയും പത്രത്തിന്റെയും ഭാവി നശിക്കുകയും ചെയ്തു. ആ സംഭവം ഞാൻ എഴുതിയിട്ടുണ്ട്, അത് സത്യവുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണം. അത് ഞാൻ പുസ്തകമായിട്ട് എഴുതിയപ്പോൾ മദ്യത്തിന്റെ ശമ്പളവും മരണം എന്നൊരു പുസ്തകം തയ്യാറാക്കി അത് വിദ്യാർത്ഥി മിത്രം പ്രസിദ്ധപ്പെടുത്തി. അങ്ങനെ ഒരു സംഭവം ഇതോടനുബന്ധിച്ച് പറയാനുണ്ട്. കൂടാതെ ഞാൻ സഭാകാര്യങ്ങൾ, അതായത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു അംഗമാണ്. ആ കാര്യങ്ങളിൽ അതിന്റെ എല്ലാ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും സഭയെ പറ്റി പല കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ സഭാസംബന്ധമായ പുസ്തകങ്ങൾ എഴുതി വന്നു എന്റെ ജോലിക്ക് പുറമെ. ആ സഭാസംബന്ധമായ പുസ്തകങ്ങൾ എഴുതി ഞാൻ റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് 100 ചില്ലുവാനം പുസ്തകങ്ങളായി. ആ ഏറ്റവും അവസാനം പ്രസിദ്ധപ്പെട്ട പുസ്തകം ബോംബെ ഭദ്രാസനത്തിന്റെ ചരിത്രമാണ്. അങ്ങനെ ഒരു വെറും പത്രപ്രവർത്തകനല്ല, ഒരു സഭാ ചരിത്രകാരനും ആയി എന്ന് പറയുന്നതാണ് സത്യം. ഈ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെ സന്തുഷ്ടനാണ്. അതായത് മദ്യപാനം ചെയ്യാത്ത പത്രപ്രവർത്തകരിൽ
ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് ഉം, വലിയ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലക്കും ബോധവും ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ കുടുംബജീവിതവും വിജയകരമായി തുടരുന്നു. എനിക്കിന്ന് ഉം, 96 വയസ്സുണ്ട്. എന്റെ ഉം, ഭാര്യയ്ക്ക് 94 വയസ്സായി. അതുകൊണ്ട് ഉം. കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം യാതൊരു അലങ്കോലവും ഇല്ലാതെ ശാന്തമായി ഒഴുകുന്ന പമ്പാ നദിയെ പോലെയാണ്. ഒരു കുഴപ്പവും ഇല്ല. ഉം. അപ്പൊ ഈ 52-ല് എന്തോ മനോരമയിൽ ചേരുമ്പോൾ 1952 മലയാള മനോരമയിൽ ചേരുമ്പോൾ അന്ന് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? 52 അൻപത്തിമൂന്നിൽ ചേരുമ്പോൾ കൂടെ ആ ആരൊക്കെ ഉണ്ടായിരുന്നു അന്ന് കൂടെ? അന്നോ ആ അന്ന് പത്രപ്രവർത്തകരായ കെ പിഷാരടി, അതായത് KT കരുണാകരൻ പിഷാരടി, ആ അദ്ദേഹം NM എബ്രഹാം, NM എബ്രഹാം, എന്തോ ആ NM KPK എബ്രഹാം, കുഞ്ഞുസ്വാമി, ചാണ്ടി, ആ MK കൃഷ്ണപിള്ള, ഉം, BK ഭാസ്കരൻ നായർ, ഉം. ഇത്രയും ആളുകൾ സ്റ്റാഫിലുണ്ടായിരുന്നു. ഇത്രയും പേര് സ്റ്റാഫിലുണ്ടായിരുന്നു. ലേഖകന്മാരായിട്ട് ഉം, ലേഖകന്മാരായിട്ട് BK ഭാർഗവൻ നായർ, ഉം, KR ചുമ്മാർ, ഉം, അതുപോലെ തന്നെ PJ കുര്യാക്കോസ്. ഉം, ഇവരിൽ മിക്കവരും ഉം. മദ്യപന്മാരായിരുന്നു. അവര് 55 വയസ്സ് തികയുന്നതിന് മുമ്പേ മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഈ അതാണ് ലേഖകൻ, പറയാൻ പറ്റി. അതെ, ഈ എന്തോ ലേഖകന്മാരൊക്കെ എവിടെയായിരുന്നു? എവിടൊക്കെ അന്ന് ന്യൂസ് റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു? തിരുവനന്തപുരത്തുണ്ടായിരുന്നു? അന്ന് തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, ഉം, ന്യൂഡൽഹി ഉം, TBR ഷേണായ്യ, അദ്ദേഹം അടുത്ത കാലത്ത് മരിച്ചു. അങ്ങനെ ഉം, പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും മദ്രാസ് ഉം, ലേഖകന്മാരുണ്ടായിരുന്നു. ഉം. അന്ന് ഈ 53-ല് താങ്കൾ ചേരുമ്പോഴേ ഈ പ്രഭാത ദിനപത്രമാണെങ്കിലും പത്രം എല്ലാ ദിവസവും ഇറങ്ങിയിരുന്നോ? എല്ലാ ദിവസവും അതോ? ഞായറാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഇറങ്ങിയിരുന്നു. ഉം, പിന്നെ ആണ്ടിൽ 8 ദിവസം ഞായറാഴ്ച. അവധിയുണ്ട്. ഉം, അതായത് നോമ്പ് ഉം, മുതൽ ഈസ്റ്റർ, ഓണം, ഇങ്ങനെ 8 ദിവസം ഉം. പത്രം ആഫീസ് അവധിയാ. ഇന്നിപ്പം 8 ദിവസം ഞായറാഴ്ചയും പത്രം. പത്രം ഉണ്ട്. ഞായറാഴ്ച ഇല്ലായിരുന്നു. ആദ്യ കാലത്ത് ഞായറാഴ്ച ഉണ്ടായിരുന്നില്ല പത്രം, അല്ലേ? ഇല്ലായിരുന്നു. ഇല്ല. അതുപോലെ ഈ ഒരു തമാശയുണ്ട്. അത് രാവിലെ തന്നെ ഇറങ്ങുവോ പത്രം? അതോ ഉച്ചക്ക് രാവിലെ തന്നെ അല്ല, പ്രഭാത ഉച്ചയാവുമ്പോൾ പത്രം ഇറങ്ങും. ഉച്ചയാകുമ്പോ പത്രം ഇറങ്ങും അന്നന്ന് ആദ്യകാലങ്ങളിൽ, തന്നെ അല്ലേ? പത്രം ദൂര സ്ഥലങ്ങളിൽ ലോറി പ്രത്യേക വണ്ടിയിൽ എത്തിക്കും. ഉം. പലപ്പോഴും പിറ്റേ ദിവസമായിരിക്കും വിതരണം. പിറ്റേ ദിവസമായിരിക്കും പത്രം വന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കേൾക്കുന്നവർക്ക് വലിയ അതായത് തമാശയായിട്ട് തോന്നും, അല്ലേ? കോട്ടയത്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് 6 മണിക്കൂർ വേണം. അത് ഉം, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സന്ധ്യ ആകുമ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലും. ഉം. ലേഖന്മാർ പിറ്റേ ദിവസം മാത്രമേ വിതരണം ചെയ്യത്തുള്ളൂ. പത്രം പിറ്റേ ദിവസം മാത്രമേ വിതരണം ചെയ്യത്തുള്ളൂ, അല്ലേ? അല്ലേ? അതിലെ അതുപോലെ അന്ന് ഈ വാർത്തകൾ, ഇപ്പൊ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള വാർത്തകളൊക്കെ എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്? അത് PTI ഏജൻസി, കോഴിക്കോട് ഏജൻസി PTI. ഉണ്ടായിരുന്നു, അല്ലേ? ഉം. ആ കേട്ടോ. പിന്നെ അപ്പൊ ഈ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് UNI വന്നു. ഉം. ഞാൻ വാർത്താ ഏജൻസി. അതെ, എന്താ ചേട്ടൻ ആദ്യം ആമുഖത്തിൽ പറയുകയുണ്ടായി പ്രാദേശിക വാർത്തകളാണ്, അതിനുവേണ്ടി ഒരു പേജ് ഉണ്ടായി, പ്രാദേശിക വാർത്തകളാണ് ചേട്ടൻ ആദ്യകാലത്ത് നോക്കിക്കൊണ്ടിരുന്നത് എന്ന്. ഓക്കെ. ആ അന്ന് ഈ പ്രാദേശിക വാർത്തകൾ ഏജന്റുമാരല്ലേ അയക്കുന്നത്? ഇതേപോലെ മുനിസിപ്പൽ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ പ്രാദേശിക ലേഖകന്മാരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പ്രത്യേകിച്ച്, എന്തായിരുന്നു അല്ലേ? അവർ അയക്കുന്നത്? അത് വാരം വരെ ഇല്ലാതായിരിക്കും. അത് ഞങ്ങൾ ഉം, കൂട്ടിച്ചേർത്ത് ഭംഗിയായി നല്ല ഭാഷയിലാക്കി എഡിറ്റിംഗ് കൊണ്ട് പ്രൊഡ്യൂസപ്പെടുത്തും. ഉം. പിന്നെ അപ്പൊ തിരുവനന്തപുരം ഉം. ആ അപ്പൊ ഇത് പ്രാദേശിക വാർത്തകൾ എല്ലാം കൂടെ ഒരു പേജിൽ കൊടുത്തോണ്ടിരുന്നോ, അതോ ഓരോ ജില്ലയ്ക്ക് മാത്രമായിട്ട്, പ്രാദേശിക അല്ലെങ്കിൽ? വാർത്തകളുടെ ഒരു പ്രളയമായപ്പോഴത്തേക്ക് ആ. വാർത്ത നിയന്ത്രിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഉം, പ്രാദേശിക വാർത്തകൾ കൊടുത്ത ശേഷം ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത കൊടുത്ത ശേഷം ഉം, മറ്റു വാർത്തകൾ ചേർക്കും. അങ്ങനെയാണ് എഡിഷൻ ഉണ്ടായത്. ഉം, അല്ല, ഉം, അന്ന് നേരത്തെ എല്ലാ വാർത്തയും എല്ലാ സ്ഥലത്തും പോകുമായിരുന്നു. ഉം, ഉം, ഇന്നാണെങ്കിൽ കോട്ടയത്തെ വാർത്ത കോട്ടയത്തും തിരുവനന്തപുരം വാർത്ത ഉം, തിരുവനന്തപുരവും സംഭവങ്ങളുടെ ഗൗരവം അനുസരിച്ച് വരും. അത്രമാത്രം. ഉം, ഉം, ഉം.
അന്ന് ഈ മനോരമയ്ക്ക് എത്ര എത്ര കോപ്പി ഉണ്ടായിരുന്നു? എത്ര കോപ്പി സർക്കുലേഷൻ ഉണ്ടായിരുന്നു അന്ന്, ആ കാലത്ത്, ആദ്യകാലത്ത്? അന്ന് ഹലോ, കോപ്പി 5000 6000 കോപ്പിയേ ഉള്ളൂ. ഞാൻ കോപ്പി ചേർന്ന മാത്രമേ ശേഷം അത് ഉള്ളൂ. 25,000 30,000 ഒക്കെ ആയിരുന്നു. അതായത് ഓക്കെ. ഇന്നിപ്പോഴേ പല എഡിഷൻ ആയതുകൊണ്ട് ലക്ഷങ്ങൾ കടന്നു. ഇപ്പൊ ലക്ഷങ്ങൾ 20 കടന്നു. ലക്ഷം അപ്പോൾ രൂപ അവകാശപ്പെടുന്നത്. അതെ, അപ്പൊ ഇതിനെല്ലാം ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട്ട് നിന്ന് പത്രം ഇറങ്ങി, കൊച്ചിയിൽ നിന്ന് ഇറങ്ങി, തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി, അങ്ങനെ ഒത്തിരി എഡിഷൻസ് വന്നു. അതിനെല്ലാം ചേട്ടന്റെ ഔദ്യോഗിക ജീവിതകാലത്ത് സാക്ഷി വഹിച്ചിട്ടുണ്ട് അല്ലേ? അല്ല, ഇപ്പൊ അത് റോട്ടറി എല്ലാ പ്രിന്റിങ്, പത്രത്തിലും പ്രധാനപ്പെട്ട ഓഫ്സെറ്റ് വാർത്തകൾ പ്രിന്റിങ്. മാത്രമേ വരുള്ളൂ. ഓപ്ഷനിലേക്ക് വന്നിട്ട് ഉം. എല്ലാ സർ, ഒരു പത്രങ്ങളിലും ഒരു പ്രധാനപ്പെട്ട സംശയം. ഈ വാർത്തകൾ മാത്രമേ വരുള്ളൂ. പ്രാദേശിക മാത്രമേ വരുള്ളൂ. ഉണ്ടായിരുന്നോ സർ അന്ന്? ഹലോ, പത്രങ്ങളിൽ എങ്ങനെ? പരസ്യങ്ങൾ ഉണ്ടാവാറുണ്ടോ? പത്രങ്ങളിൽ നോട്ട് ക്ലിയർ. പരസ്യം. ആ, അപ്പൊ ആദ്യകാലങ്ങളിൽ പരസ്യമാണ് പത്രത്തിന്റെ ജീവനാടി. അത് കഴിഞ്ഞ ശേഷമേ വാർത്തയ്ക്ക് സ്ഥാനമുള്ളൂ. അന്ന് ആദ്യകാലത്തല്ലേ? ഇപ്പോ പരസ്യം മാർക്ക് ചെയ്തിട്ടാണല്ലോ പത്രങ്ങള് വാർത്ത കൊടുക്കുന്നത്. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നോ? അന്നും അങ്ങനെ തന്നെയാ. കാരണം പത്രാധിപരുടെ കണ്ണ് എപ്പോഴും പരസ്യത്തിലാ. പണം കിട്ടിയില്ലെങ്കിൽ പത്രം ഇറങ്ങില്ലല്ലോ. ഏത് വാർത്ത വന്നാലും പരസ്യത്തിന് 1-ാം സ്ഥാനം കൊടുക്കും. അന്നും ഇന്നും അങ്ങനെ തന്നെയാ. അതിൽ മാറ്റമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. കാശുണ്ടെങ്കിൽ 1-ാം പേജിൽ ഫുൾ പേജാ എല്ലാം കൊടുക്കും. അന്നൊക്കെ ഹിന്ദുവിന്റെ ഒക്കെ 1-ാം പേജിൽ മുഴുവനും പരസ്യമായിരുന്നല്ലോ ഒരു കാലത്ത്. ഇംഗ്ലീഷ് പത്രങ്ങൾ ഹിന്ദുവിൽ പരസ്യം ഇല്ലാതെ പത്രമില്ല. പരസ്യമില്ല, പത്രമില്ല. അതേപോലെ വലിയൊരു ആൾക്കാരുടെ കയ്യിൽ കാശൊന്നും ഇല്ലാതിരുന്ന സമയമായിരുന്നല്ലോ. ഈ പത്രം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇങ്ങനെ ഈ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ മാത്രമല്ല എന്ന്, വളരെ പണക്കാർ മാത്രമല്ലേ പത്രം വായിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചേർന്ന കാലത്തൊക്കെ ഈ മനോരമ ഒരു പ്രത്യേക സമുദായത്തിന്റെ ആയിരുന്നു. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സഭയിൽ 2 ഭാഗക്കാരുണ്ട്. അവരുടെ പത്ര മനോരമ. ഹിന്ദുക്കൾക്ക് ഇവരെ മാതൃഭൂമി അങ്ങനെ പോകുന്നു, മുസ്ലിങ്ങൾക്ക് ചന്ദ്രിക പോകുന്നു. അങ്ങനെ പ്രത്യേക സമുദായങ്ങൾക്ക് ഓരോ പത്രം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. അതെ, അപ്പൊ എല്ലാ പത്രവും എല്ലാരും വായിക്കും. അതെ, അപ്പൊ ഈ വലിയ പരിണാമത്തിലൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ ഇത് അന്നുണ്ടായിരുന്ന, ഞാൻ ആദ്യം കൂടെ പ്രവർത്തിച്ച കരുണാകര പിഷാരടിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആയിരുന്നു അല്ലേ? അതെ, കഥ ധരിച്ചുകൊണ്ടിരുന്ന് അദ്ദേഹം മദ്യപിച്ചില്ല. വലിയ ഗാന്ധിയൻ ആയിരുന്നു. പൂർണ്ണ ഗാന്ധിയനായിരുന്നു. ഗാന്ധിയൻ. അപ്പൊ അദ്ദേഹവും പിന്നെ ചേട്ടനും ഒക്കെ ഈ പൊതുയോഗങ്ങൾക്കൊക്കെ പോകാറുണ്ട് എന്ന് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. ശരിയാണോ? അന്ന് വലിയ പ്രധാനപ്പെട്ട യോഗങ്ങൾക്ക് മാത്രം പോയെന്ന് വരുന്നു. പ്രധാനപ്പെട്ട യോഗങ്ങൾക്ക് പോകാറുണ്ടായിരുന്നു അല്ലേ? വല്ലപ്പോഴും മഹാത്മാഗാന്ധി വൈക്കത്ത് വന്നു വിചാരിച്ചു വന്നതോ അങ്ങനെയുള്ള പരിപാടിക്ക് പോകാറുണ്ട്. അതിനു മുമ്പ് സാധാരണ എല്ലാ പരിപാടിയും സാധാരണ റിപ്പോർട്ടർമാരാ കവർ ചെയ്യുന്നത്. അതെ. അപ്പൊ ഈ ചേട്ടനെ ഞാൻ ചോദിച്ചത്, പിന്നെ ചേട്ടനും കർണാകര മീറ്റിംഗ് വന്നാൽ ചിലപ്പം പിഷാരടി പോകും. അല്ല, ഞാൻ പിന്നെ നിങ്ങൾ തന്നെ ഈ അതെ, ചേട്ടനും കരുണാകര പിഷാരടിയൊക്കെ ഈ പൊതുയോഗങ്ങൾക്ക് നിങ്ങളെ ക്ഷണിതാക്കളായിട്ട് അവിടെ കൊണ്ടുപോയി പ്രസംഗിക്കാനൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ? നിങ്ങൾ തന്നെ മീറ്റിങ്ങുകൾക്ക് പോയി പ്രസംഗിക്കാറുണ്ടായിരുന്നല്ലോ ആ സമയത്തല്ലേ? കേട്ടില്ല? ഹലോ, ഞാൻ ചോദ്യം കേട്ടിരുന്നു. ഹലോ സർ, ചോദ്യം കേട്ടില്ലേ? ഹലോ, ചോദ്യം കേട്ടിരുന്നോ? ചോദ്യം കേട്ടോ.
ചോദ്യം ചോദ്യം കേട്ടായിരുന്നോ? ആ, ആ, ഇല്ല. അങ്ങ് മീറ്റിങ്ങുകൾക്കും പൊതുയോഗങ്ങൾക്കും ഒക്കെ പോയി പ്രസംഗിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അക്കാലത്ത് ഹലോ, ഇടയ്ക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു അങ്ങോട്ട്. ഫോൺ വരികയാണ്, ഏ? വേറെ ഫോൺ അതെ, വന്നതാ. ഓഹോ. ഇടയ്ക്ക് ഫോൺ വന്നു. ഒന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാല് ആ, ഓക്കെ. ആ. സർ, ഒന്നും കൂടി ചോദ്യം ആവർത്തിക്കാമോ? ആ, ആ. ഇത് അന്ന് താങ്കളും ഈ കരുണാകര പിഷാരടിയൊക്കെ നിങ്ങളെയൊക്കെ ചില യോഗങ്ങൾക്ക് ആൾക്കാർ ക്ഷണിച്ചുകൊണ്ട് പോവുകയും നിങ്ങളൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായിട്ട് ഓർക്കുന്നില്ലേ? സർ, വോളിയം തീരെ കുറവാണ് കേട്ടോ സാറിന്റെ. ആണോ? ആ, ഇതെന്റെ പറയൂ. പറയൂ. സാറിന്റെ വോളിയം തീരെ കുറവാണ്. ഒന്നും കൂടി എന്റെ ചോദിക്കാമോ ചോദ്യം? ഹേമ തന്നെ അത് അങ്ങോട്ട് ചോദ്യം ബ്രീഫ് ചെയ്താൽ മതി. അങ്ങയുടെ പ്രവർത്തന കാലത്ത് യോഗങ്ങൾക്കൊക്കെ പോവാറുണ്ടോ? യോഗ നടപടികൾക്കൊക്കെ പിഷാരടി സാറിന്റെ ഒപ്പം പോവാറുണ്ടോ എന്നാണ് ചോദ്യം. അല്ല. ആ. പറയാം. ഹലോ, പറയാം. പറയാം. എന്റെ ഔദ്യോഗിക ജീവിതകാലത്ത് ഞാനും യോഗങ്ങൾക്ക് പോകുമായിരുന്നു. പക്ഷെ പിഷാരടി മുതലായ ഉന്നതന്മാർ പോകുന്ന യോഗങ്ങൾ ഞാൻ പോകാറില്ല. എന്നെ വിടുന്നത് സഭാസംബന്ധമായ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കാണ്. ഉദാഹരണം പറയാം, അങ്ങനെ ഒരു കാതോലിക്കായി വായിക്കുകയാണെങ്കിൽ വിടും. അതുപോലെ സമുദായത്തിന്റെ വലിയ വലിയ സമ്മേളനങ്ങൾ വിടും. അല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് എന്നെ വിടാറില്ല. അത് റിപ്പോർട്ടിങ്ങിന് വേണ്ടിയല്ലേ പോകാറുള്ളത്? സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലേ? സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ലേ പോകാറുള്ളത് അല്ലേ? സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനല്ലല്ലോ, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പോയിരുന്നത് അങ്ങ്? ഹലോ, ഹലോ, ഹലോ. ആ സർ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം സർ. പറഞ്ഞോളൂ സർ. ഈ ചോദ്യം സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനല്ലേ പോകുന്നത്, അല്ല റിപ്പോർട്ട് ചെയ്യാനല്ലേ പോകുന്നത്? റിപ്പോർട്ട് ചെയ്യാനാണ്. ഓക്കെ. അല്ല, അത് അന്ന് അതിനുശേഷം പിന്നെ താങ്കളെ പോലുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരെയൊക്കെ ജനങ്ങൾ ചില യോഗങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നല്ലോ. എന്നാൽ സ്കൂൾ വാർഷികം ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ അപൂർവം പോകാറുണ്ട്, ക്ഷണിക്കാറുണ്ട്. അതുപോലെ താങ്കൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴേ ഒരു പിന്നെ മന്നത്ത് പത്മനാഭൻ പങ്കെടുത്ത ഒരു ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ പോയ രസകരമായ ഒരു കഥ പറയുകയുണ്ടായി. അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? പറയാം. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കുമാരനെല്ലൂർ ക്ഷേത്രത്തിൽ വലിയൊരു സമ്മേളനം, നായർ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ പ്രാധാന്യം കൊണ്ടും ശ്രീ മന്നം വരുന്നതുകൊണ്ടും എന്നെയാണ് അന്ന് അയച്ചത്. അപ്പോൾ അങ്ങനെ അയച്ചപ്പോഴ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയി. മന്നത്തിന്റെ പ്രസംഗമാണ് പ്രധാനമായിട്ടും വേണ്ടത്. പക്ഷെ മന്നം പ്രസംഗിച്ചത് നായന്മാർ ക്രിസ്ത്യാനിയുടെ, അദ്ദേഹം മാപ്പിളമാരെന്നേ പറയുള്ളൂ, ക്രിസ്ത്യാനിയുടെ കണ്ടു പഠിക്കണം. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് നായന്മാർ അയൽവക്കത്തെ അച്ചിക്ക് വിറക് കീറുന്ന കാലത്തോളം നന്നാവുകയില്ല. അതുകൊണ്ട് നിങ്ങള് ക്രിസ്ത്യാനികളെ കണ്ടു പഠിക്കണം, എന്ന് കൃഷി ചെയ്യണം, വ്യവസായങ്ങളിൽ ഏർപ്പെടണം, അങ്ങനെയുള്ള കാര്യങ്ങളാ പങ്കെടുക്കേണ്ടത്. അല്ലാതെ അച്ചിക്ക് വെള്ളം കോരുകയും അയൽവക്കത്തെ അച്ചിക്ക് വെള്ളം കോരുകയും വിറക് കീറുകയും ചെയ്യുക എന്നുള്ളതല്ല. വലിയ കരഘോഷം, ഗംഭീരമായ സന്തോഷം എല്ലാവരും പ്രകടിപ്പിച്ചു. ഈ കാര്യം ഞാൻ മനോരമയിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്നും നേപ്രാം പറഞ്ഞു, അതൊന്നും നമുക്ക് പത്രത്തിൽ കൊടുക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ഈ മന്നവും ശ്രദ്ധേയമായ പ്രസംഗം ചെയ്തു എന്ന് എഴുതിയാൽ മരുന്നുകൊണ്ട് അങ്ങനെ എഴുതി കൊടുത്തു. ഇതാ സംഭവം. ശരി.
അപ്പൊ ഇങ്ങനെ വളരെ രസകരമായ വേറെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ? ഇങ്ങനെയുള്ള റിപ്പോർട്ട് ചെയ്യാനുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മറ്റു ആളുകൾക്ക് പ്രയാസം വരുന്ന റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു. ഉം, 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 ഇപ്പം ഞങ്ങളുടെ സഭയുടെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പാത്രികീസ് വിഭാഗം, കാതോലിക്ക വിഭാഗം. ഉം, ഈ 2 കൂട്ടരെയും പിണക്കാതെ ഭയപ്പെടുത്തി റിപ്പോർട്ട് കൊടുക്കണം, അല്ല ആരെയും ഉം, കുറ്റപ്പെടുത്താൻ പാടില്ല. അത് പത്രത്തിന്റെ ഭാവിക്കും സർക്കുലേഷൻ ദോഷം ചെയ്യും. അത് നമ്മൾ അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഉം, ഉം, ആരെയും പിണപ്പെടുത്താൻ പാടില്ല. ഉം. ആ നയം. അപ്പൊ ഈ ഉം. അപ്പൊ ഈ മനോരമ ഈ ആദ്യകാലങ്ങളിലെ സഭയുടെ പത്രം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പത്രം ആ ലെവലില് അത് ഇത് മാറി ഒരു 1960-കളിലൊക്കെ ആവുമ്പോഴാണ് ഒരു പൊതുപത്രം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് അല്ലേ? അത് അമ്പതായപ്പോഴായി. നേരത്തെ കത്തോലിക്കര് എല്ലാം ചോദിച്ച് ആരംഭിച്ചത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയും നിധീരിക്കൽ മാണിക്കത്തിനാരും അവരും കൂടിയാണ് MD സെമിനാരി, ഇന്നത്തെ ഹൈസ്കൂൾ, അവിടെയാണ് പത്രം സ്ഥാപിച്ചത്. MD ഹൈസ്കൂൾ ഉം, മനോരമ ഉം, തൊട്ട് ഇപ്പോഴുള്ള സ്കൂളിലാണ്. അത് കുറെ ഉം, കഴിഞ്ഞപ്പോഴത്തേക്ക് മാർപ്പാപ്പ എതിർത്തു, കത്തോലിക്കര് യോജിക്കണ്ടെന്ന് പറഞ്ഞ് മാറിയപ്പോൾ അത് ഓർത്തഡോക്സുകാരുടെ പയ്യായി. ഉം, അങ്ങനെ സംഭവിച്ചത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഉം, കീഴിൽ വന്നു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ സഹോദര പുത്രനാണ് KC മാമാപ്പുഴ. ഉം, അത് കഴിഞ്ഞ് സമുദായം ഏറ്റെടുത്തു. അതിന്റെ ചുമതലയല്ല, സർക്കുലേഷൻ പറ്റും സമുദായത്തിൻ്റെതായി. ഞങ്ങളുടെ ഉം, പത്രം, എന്റെ പത്രം എന്ന രീതിയിൽ ആളുകൾ കണക്കാക്കി. ഉം, അങ്ങനെ മനോരമ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനി സഭയുടെ പത്രമായി. ഈ പറഞ്ഞ 1960 കഴിഞ്ഞപ്പോഴത്തേക്കും ഉം, 2 കക്ഷിയുള്ളതില് പാത്രികീസ് കക്ഷിയുടെ പത്രമല്ല, പാത്രികീസ് കക്ഷിയുടെ കാതോലിക്ക കക്ഷിയുടെ പത്രമായി. ഉം. ആ വ്യത്യാസം ചേട്ടൻ മനസ്സിലായല്ലോ. മനസ്സിലായി. അപ്പൊ ചേട്ടൻ ഈ കാലത്ത് പിന്നെ മലയാള മനോരമയുടെ ബാലജന സഖ്യത്തിന്റെ ചുമതലയുള്ള ശങ്കരചേട്ടനായിട്ട് പിന്നെ ചുമതല നിർവഹിച്ചു. അന്ന് ഈ ബാലജന സഖ്യത്തിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാൾ, എനിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ അതെ, അതൊക്കെ? അത് എന്റെ ഭരണകാലത്ത്, എന്റെ കാലത്താണ് ഉമ്മൻചാണ്ടി പ്രസിഡന്റ് ആയത്. അത് ഏത് കാലമായിരുന്നു അത്? അത് 1960 ശേഷം. 60-ന് ശേഷമാണ്. ചേട്ടനത് പിന്നെ എത്ര കാലം അതിന്റെ ചുമതല വഹിച്ചു? ശങ്കരചേട്ടനായിട്ട് ചുമതല വഹിച്ചു? ഞാൻ 10 വർഷം. 10 വർഷം. 1959 നാഗപ്പൂരിൽ ജേർണലിസം പഠിക്കാൻ പോയപ്പോൾ 1 വർഷത്തെ അവധിക്കാ പോയത്. പോയി കഴിഞ്ഞപ്പോൾ പാലാ KM മാത്യു ചാർജ് എടുത്തു, മുൻ MP ശങ്കരചേട്ടനായിട്ട്. അപ്പൊ ആ ശങ്കരചേട്ടനായിരുന്ന കാലത്ത് തിരുവിതാംകൂർ പ്രദേശം മുഴുക്കെ സഞ്ചരിക്കുകയും പ്രസംഗിക്കുകയും വാർഷികം നടത്തുകയും ജനങ്ങളുമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്തു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു മീറ്റിംഗെങ്കിലും നടത്തും. അന്ന് ബസ്സിലാ പോകുന്നത്, ഇന്നാണ് കാറിലാ. വണ്ടിക്കുഴി എഴുതി കൊടുക്കും, അത് കാശ് വരും, അങ്ങനെയാണ്. അത് ഞാൻ പോയി പ്രസവം കഴിഞ്ഞ് വന്ന് ബില്ല് കൊടുക്കുമ്പോൾ ക്ലാർക്ക് പറയും, മാമച്ചൻ മാത്രമേ ഉള്ളൂ ഇത്ര കുറച്ച് ബില്ല് എഴുതുന്നെന്ന്. അങ്ങനെയായിരുന്നു സംഭവം. ഞാൻ പറഞ്ഞു സത്യമല്ല, കള്ള എഴുതാൻ മുക്കോ, അങ്ങനെ പോകുന്ന എന്റെ കാര്യം. അന്ന് മുതലാണ് ഉമ്മൻചാണ്ടിയായിട്ട് നല്ല ബന്ധം കാണുമല്ലോ അല്ലെ? ഉമ്മൻചാണ്ടിയുടെ ഒരു ജീവിത കാലഘട്ടത്തില് ഉമ്മൻചാണ്ടി പൊതുരംഗത്ത് ശോഭിക്കുന്നത് ഈ സഖ്യം മുഖേനയാണ്, ബാലജന സഖ്യം മുഖേനയാണ്. അദ്ദേഹത്തിന്റെ ഒരു പൊതുരംഗത്തേക്കുള്ള ഒരു ലോഞ്ചിങ് ആണല്ലേ അത്? അല്ലെ, പൊതുരംഗത്തേക്കുള്ള ഒരു ലോഞ്ചിങ് ആണ് അതല്ലേ? സ്റ്റെപ്പിംഗ് സ്റ്റോൺ. അതെ അതെ. അതായത് അന്ന് വേറൊരു കാര്യമുള്ളത്, ഈ KSUSFI ഇങ്ങനെയുള്ള സംഘടന ഇല്ല. അപ്പൊ എല്ലാ ജാതിക്കാർക്കും പങ്കെടുക്കാവുന്ന സംഘടനയാണ് ബാലജന സഖ്യം. ഇന്നിപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം സംഘടനയുണ്ട്. അപ്പൊ പ്രസംഗിക്കാനുള്ള അവസരം ഇല്ല അന്നേ. അതുകൊണ്ട് ബാലജന സഖ്യമായിരുന്നു. അതുകൊണ്ടാണ് CM സ്റ്റീഫനും ഡോക്ടർ PC അലക്സാണ്ടറും ഒക്കെ ബാലജന സഖ്യത്തിൽ കൂടിയാ വന്നത്, ഉയർന്നു വന്നത്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയും വന്നത്. അങ്ങനെയാ.
അന്ന് ഉമ്മൻചാണ്ടി അല്ലാതെ ഇപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലും പൊതു രംഗത്തും അറിയപ്പെടുന്ന വേറെ ആരെങ്കിലും ചേട്ടന്റെ കാലത്ത് ബാലയൻ സംഘത്തിൽ കൂടെ വന്നിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഒരു തോമസ് കുതിരോട്ടം തോമസ് കുതിരോട്ടം മുൻ കേരള കോൺഗ്രസിന്റെ MLA ആയിരുന്ന അല്ലേ? MP MP ആയിരുന്ന. പിന്നെ ഇല്ല. പിന്നെ നമ്മളെ കല്ലൂപ്പാറക്കാരൻ ജോസഫ് M പുതുശ്ശേരി അല്ലേ? ജോസഫ് M പുതുശ്ശേരി. ഓക്കെ. പിന്നെ മറ്റു രാഷ്ട്രീയക്കാരൊക്കെ എല്ലാം ഇപ്പോൾ പ്രസംഗിക്കാനും മറ്റുമൊക്കെ പ്രവർത്തിക്കാനും രംഗങ്ങളുണ്ട്. SFI മറ്റു രാഷ്ട്രീയ സംഘടനയുണ്ട്. അതുകൊണ്ട് അവരാരും ബാലൻസ് സെക്ടറിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പൊ സംഘടനയായിട്ട് നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിന് വേറെ ലക്ഷ്യമുണ്ടായിരുന്നു. എല്ലാ സമുദായക്കാരെയും ഒന്നിച്ചു കൊണ്ടുവരിക. അതിന് ഈ സംഘടനയ്ക്ക് സാധിക്കും. ബാലൻസ് സെക്ടറിനും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും നായന്മാർക്കും ഈഴവർക്കും എല്ലാം ചേരാം, വഴക്കില്ല. ഇന്നാണെങ്കിൽ ഇപ്പം SFIയിൽ മറ്റാരെയും ചേർക്കോ? അതാണ് അതിന്റെ വ്യത്യാസം. ബാലൻസ് സെക്രട്ടറി എല്ലാ ജാതിക്കാരും എല്ലാ നേതാക്കന്മാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ മറ്റു ജാതിക്കാരെ നേടിയെടുക്കാൻ വേണ്ടി പത്രത്തിന്റെ ഒരു പണിയായിരുന്നു എന്ന് പോലും പറയാം. ഇന്നത് ഷൈൻ ചെയ്യത്തില്ല. കാരണം അവർക്ക് വേറെ വേദിയുണ്ട്. അതേപോലെ ഈ ചേട്ടന്റെ മാധ്യമ ജീവിതത്തിലെ ഈ മുഖപ്രസംഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സംഭാവനകളായിട്ട്? മുഖപ്രസംഗം എഴുതാറില്ല. പക്ഷെ മുഖപ്രസംഗം ഞാനൊന്ന് പരിശോധിച്ചേ വിടുകയുള്ളൂ. കാരണം ഞാൻ കാണണമെന്ന് നിർബന്ധമുണ്ട്. ഭാഷാപരമായ തെറ്റുകൾ തിരുത്താൻ എന്നെ കാണിക്കും. അങ്ങനെയാ. അത് മുഖപ്രസംഗം എഴുതിക്കഴിഞ്ഞാൽ പ്രൂഫ് വരുമ്പോൾ ഞാൻ കണ്ടിരിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അന്ന് ദിവസവും അന്നത്തെ പത്രം പരിശോധിക്കണം, തെറ്റ് കണ്ടുപിടിക്കണം. ആ തെറ്റ് കണ്ടുപിടിക്കുന്ന ജോലി എനിക്കായിരുന്നു പല വർഷങ്ങളിൽ. കാരണം നേരിൽ ആവർത്തിക്കരുത് തെറ്റ്. ഇന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ പത്രത്തിൽ ധാരാളം തെറ്റ് വരുന്നത് ഇപ്പം രാഷ്ട്രീയപരമായ തെറ്റാ. രാഷ്ട്രീയമായെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പല ഇന്നത്തെ പത്രത്തിലുണ്ട്. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി. അങ്ങനെയല്ല, മുഖ്യമന്ത്രിയും തമ്മിൽ എന്ന് തന്നെ വേണം. അതങ്ങനെ നോക്കുന്ന ഭാഷാപരമായ ശുദ്ധി ഇന്ന് വളരെ കുറഞ്ഞുപോയി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അപ്പൻ മകനെ കൊന്നു എന്ന വാർത്ത കേട്ട ഉടനെ ഞെട്ടിപ്പിച്ചു പോയി എന്നുള്ള പ്രയോഗം തെറ്റായി. ഞെട്ടിപ്പോയെന്ന് പറയണം. ഞെട്ടിപ്പിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് കുരുക്കണം, പുറകെ നിന്ന് കുരുക്കണം. അങ്ങനെ അതിന്റെ വ്യത്യാസം. അങ്ങനെ ബഹളത്തിനകത്തൊന്നും സാവകാശം കിട്ടിയില്ലായിരിക്കും. എങ്കിലും ദിവസം ഒരു പരിശോധനയുള്ളൂ. വാർത്തയുടെ തെറ്റിൽ തിരുത്തുക, പിന്നെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാ. അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തോമസ് മുതലായ എന്നും തെറ്റാ പറയേണ്ടത്. തോമസ് ആദിയായ. തോമസും മാത്യുവും പ്രദീപും തുടങ്ങിയ തെറ്റാ. പ്രദീപ് തുടങ്ങിയെന്ന് പറയാം, 3-4 പേര് തുടങ്ങിയില്ല. അങ്ങനെ പല തെറ്റുണ്ട്. സാധാരണക്കാരൊന്നും നോട്ട് ചെയ്യത്തില്ല, അതങ്ങ് വായിച്ചു പോകും. ഞങ്ങളെ പോലുള്ളവര് നോക്കിയ ഉടനെ തന്നെ തെറ്റാ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ വന്നുകൊണ്ട് പത്രം കിട്ടിയ ഉടനെ നല്ല വാർത്ത കാണുന്നതിന് മുമ്പേ അതിന്റെ തെറ്റാ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവർ തെറ്റ് വളയ്ക്കാൻ വേണ്ടി പ്രത്യേകം എന്നെ KN മാത്യു ചുമതലപ്പെടുത്തിയിരുന്നു. ആരെഴുതിയാലും തെറ്റ് പറഞ്ഞു ഞാൻ പുറകിലുണ്ട്, ഒന്നും പേടിക്കണ്ട എന്ന ധൈര്യമായ വാക്കുമുണ്ട്. അങ്ങനെ തെറ്റ് വളയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. സർ, അന്നത്തെ കാലത്തെ ചില വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസ ജടിലമായ വാർത്തകള്, പിന്നെ ഈ പീഡന വാർത്തകളിൽ തന്നെ ചിലതരം പീഡനങ്ങൾ കൊടുക്കാറില്ല. അങ്ങനെയുണ്ടോ? ഉണ്ടായിരുന്നു. അതായത്
ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. ആ, ഒരു ഉദാഹരണം പറയാം. ഉം. ഈ പീഡന വാർത്തയില് മാനഭംഗം ചെയ്തു എന്ന പദം ഉപയോഗിക്കാവൂ എന്നാണ് മാമാപ്പിള്ള കാലത്ത് ചിട്ട. ബലാത്സംഗം എന്ന് കേട്ടാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം നമുക്കുടനെ മനസ്സിൽ വരും. അതുകൊണ്ട് പത്തനംതിട്ടയിൽ പണ്ട് ലോക്കപ്പിൽ വെച്ച് പോലീസുകാർ ഒരു സ്ത്രീയെ അപമാനിച്ചു. അതായത് ബലാത്സംഗം ചെയ്തു എന്നാണ് പത്രത്തിൽ റിപ്പോർട്ട് വന്നത്. ഉം. അത് PC കോര് എന്ന് പറഞ്ഞ പത്രാധിപര എഴുതിയത്. ഉം. പത്രം വന്നോടനെ മാമൻ മാപ്പിള അയാളെ വിളിച്ചു. ഉം. ആരാണ് എഴുതിയത്? PC കോര്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഉം. അപ്പോൾ പറഞ്ഞു, എടാ ഇത് മാന്യമായി വായിക്കുന്ന പത്രമാണ്. ഉം. അതുകൊണ്ട് നിനക്ക് മാനഭംഗം ചെയ്തെന്ന് പറയുക പോരെ എന്നായി. ഉം. അപ്പം ഈ മാനഭംഗവും ബലാത്സംഗവും അതിന്റെ വ്യത്യാസം എല്ലാവർക്കും അറിയാം. ഇന്നിപ്പോൾ പത്രത്തിന്റെ സർക്കുലേഷൻ നിൽക്കുന്ന ബലാത്സംഗത്തിലാണ്. അതിനാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ എല്ലാവരും വായിക്കുന്നത്? പെണ്ണുങ്ങളെ ആക്ഷേപിച്ചതല്ലേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പൊ ഇന്ന് പത്രം ചെലവാകുന്നത് ഈ പറഞ്ഞ മാനഭംഗം വാക്കിലല്ല, ബലാത്സംഗം എന്ന വാക്കിലാണ്. അപ്പൊ ബലാത്സംഗം വാർത്ത പണ്ടൊക്കെ അകത്ത് കൊടുത്തു. ഇപ്പൊ ഇന്ന് 1-ാം പേജിൽ ബലാത്സംഗം ഇല്ലെങ്കിൽ പത്രമില്ല. അതാ സ്ഥിതി. എങ്ങനെയുണ്ട്? മാനഭംഗം എവിടെ പോയി? അങ്ങനെ ആ വ്യത്യാസം വന്ന ഇതാ അദ്ദേഹം പറഞ്ഞ വാക്ക് മാപ്പിള. എടാ ഇത് മാന്യന്മാരുടെ വീട്ടിൽ വായിക്കുന്ന പത്രം. അപ്പോള് ഒരു മകനോ മകളോ അമ്മയോട് ചോദിക്കുക, അമ്മേ ഈ ബലാത്സംഗം എന്താന്ന് ചോദിച്ചാൽ പറയാൻ നോക്കുവോ? അവിടെ അതിന്റെ പ്രശ്നം. ഇന്നിപ്പം ബലാത്സംഗം ഇല്ലേ പത്രം കുറഞ്ഞു. അത്രയുള്ള വ്യത്യാസം. അത് 1990 റിട്ടയർ ചെയ്യുന്ന സമയത്ത് താങ്കൾ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു അല്ലെ? അന്ന് വഹിച്ചിരുന്ന ചുമതല എന്തായിരുന്നു ഏറ്റവും അവസാനം മനോരമയിലെ? അന്ന് ഞാൻ പത്രത്തിന് ഫുൾ ചാർജാ. മുഴുവൻ ചാർജ് ഉണ്ടായിരുന്നു അല്ലെ? പലപ്പോഴും ഫുൾ ചാർജാ. ആ ഡെസ്കിന്റെ ചീഫാ. ഞാൻ കാണാതെ ഒരു വാർത്തയും പത്രത്തിൽ പോയില്ല. അതാ എന്റെ ചുമതല. അപ്പൊ താങ്കളുടെ ഈ 37 വർഷം നീണ്ടുനിന്ന മാധ്യമ ജീവിതത്തിൽ താങ്കൾ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതുന്നത്, അല്ലെ സംഭാവനയായിട്ട് കരുതുന്നത് എന്താണ്? ഏറ്റവും വലിയ താങ്കളുടെ സംഭാവനയായിട്ട് കരുതുന്നു പറഞ്ഞാൽ, ഞാൻ മാനമര്യാദയായിട്ട് ജീവിച്ച് ചെയ്യാവുന്നവ ചെയ്യുന്നല്ലാതെ വേറൊന്നും എടുത്തു പറയത്തക്കൊണ്ടുള്ള വലിയ കാര്യമൊന്നും സാധിച്ചിട്ടില്ല. മാന്യമായി ജീവിച്ചു മറ്റുള്ളവരും എന്നെ കണ്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാ നേട്ടം ഉണ്ടെങ്കിൽ. അല്ലാതെ ഇപ്പോഴും സംഭാവന ചെയ്യാനില്ല. ഞാൻ കള്ളുകുടിയനോ ആഭാസനമായിരുന്നെങ്കിൽ ആരെങ്കിലും എന്നെ കണ്ടുപഠിക്കുമോ? ഇല്ല. അതാ വ്യത്യാസം. എന്താ ഞാൻ പറഞ്ഞില്ലേ, മാമൻ മാപ്പിളയുടെ കാര്യം പറഞ്ഞില്ലേ? കള്ളു കുടിക്കുന്നു പറഞ്ഞ എനിക്ക് 8 മക്കളാ, 8 ആൺമക്കളാ, 8 ആണും 1 പെണ്ണുമാ. ആ 8 ആണുങ്ങളും ഈ ബിസ്കിയും ബ്രാൻഡിയും കണ്ടായിട്ട് കുടിക്കരുതേ എന്ന് പറഞ്ഞുള്ള മഹത്തായ മാതൃക കഴിയുന്നിടത്തോളം അനുകരിക്കാൻ സാധിച്ചെന്നല്ല, വേറെ നേട്ടമൊന്നുമില്ല. അപ്പൊ ഈ മാമൻ മാപ്പിള മുതലുള്ള 4 തലമുറ മുഴുവനും കൂടെ പ്രവർത്തിച്ചു. അപ്പൊ അവരെ കുറിച്ചുള്ള ഈ ഒരു എടുത്തു പറയത്തക്ക ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ? മാമൻ മാപ്പിളയുടെ കാര്യം പറഞ്ഞു, പിന്നെ KM ചെറിയാൻ, KM മാത്യു, ഇങ്ങോട്ട് KM മാത്യുവിന്റെ കാലം എല്ലാരും KM മാത്യുവിന്റെ കാലത്താണ് പത്രം വളരെ പുരോഗമിച്ചത്. കാരണം അദ്ദേഹം തീരുമാനം എടുക്കാൻ മിടുക്കനാ. യെസ് ഓർ നോ വേണോന്ന് പറയും. KM ചെറിയാനാണെങ്കിൽ ഫിലോസഫി പിടിച്ച ആളാ. വേണോ വേണ്ടായോ ഇങ്ങനെ തീരുമാനം എടുക്കുകയില്ല. ഇപ്പൊ നമുക്കിപ്പോ ഒളിമ്പിക്സിന് ഒരാളെ അമേരിക്ക റിപ്പോർട്ട് ചെയ്യാനും വിടണമെങ്കിൽ 5 ലക്ഷം രൂപ ചെലവാകും. അപ്പൊ KM ചെറിയാനാണെങ്കിൽ 5 മാസം ആലോചിക്കും. KM മാത്യു 5 മണിക്കൂർ തന്നെ വേണ്ട, തീരുമാനം എടുക്കും. അല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കില്ല. യെസ് ഓർ നോ. അതാ നേട്ടം.
ഉം, മാമമ്മപ്പടി അങ്ങനെയായിരുന്നു. ഉം, ആ ഒരേ സമയത്ത് പല വ്യവസായങ്ങൾ ചെയ്തു. ഒന്ന് നഷ്ടമാണെങ്കിൽ വരുന്നോണ്ട് പോകും. ഉം, അവസാനം MRF കൊണ്ട് അവർ രക്ഷപ്പെട്ടത്. ഇന്ത്യയിലെ ഉം, ഏറ്റവും വലിയ റബ്ബർ വ്യവസായി, ടയർ വ്യവസായികൾ. ഉം, അങ്ങനെ ഒരു മകനാണ് ചെയ്തത്. അവരാരും കള്ളുകുടിക്കുന്നവരല്ലായിരുന്നു, ഉം, വ്യവസായ തിലകന്മാരായിരുന്നു. ഉം, അതുകൊണ്ട് അവർ വിജയിച്ചു. അപ്പൊ ഉം, അങ്ങനെയുള്ള മഹത്തായ മാതൃക എനിക്ക് ഈ ചീഫ് എഡിറ്റർമാരിലും പഠിക്കാൻ, കണ്ടും കാണാതെയും പഠിക്കാൻ സാധിച്ചു. അതൊരു വലിയ ഉം, നേട്ടമാണ്. ഉം. അതേപോലെ ഈ മനോരമയെ കുറിച്ച് ഇപ്പോഴും ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം അതൊരു പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രം എന്നാണല്ലോ. പക്ഷെ അതെ, വളരെ നവജീവൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രത്തിൽ പ്രവർത്തിച്ച TKG നായരും VKB നായരും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ മനോരമയുടെ തലപ്പത്ത് തന്നെ വരികയും താങ്കളുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. മൂപ്പസംഗം TK നായർ എഴുതിയിട്ടുണ്ട്. ഉം, അത് വളരെ കമ്മ്യൂണിസ്റ്റ് കേട്ടോ, അല്ല ഇടത് കമ്മ്യൂണിസ്റ്റ് അല്ല. ഉം. നമ്മുടെ പിണറായി വിജയന്റെ ആൾക്കാരല്ല, അതെ അച്യുതമേനോന്റെ അതെ ആൾക്കാരാ. ആ അതെ അതെ അതെ. ഉം. കുറച്ച് വിവരമുള്ളവരാ. അപ്പൊ അവരും താങ്കളും ഒക്കെ ഒരേ സമയത്ത് ഒന്നിച്ച് മനോരമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചല്ലോ. അതെ, പ്രവർത്തിച്ചു. ആ, പക്ഷെ അദ്ദേഹം നേരത്തെ നവജീവനിലായിരുന്നു. അതെ അതെ TKG. ആ TKG. ഉം. അപ്പൊ ഇതൊരു ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ മകൻ ജഡ്ജിയാ, ഹൈക്കോടതി ജഡ്ജിയാ. കുമാർ. അതെ. ആ അപ്പൊ എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഈ മനോരമയ്ക്ക് അങ്ങനെ ഒരു സ്ഥായി ആയിട്ടുള്ള അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ആദ്യകാലം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മനോഭാവം ഉണ്ട്. അത് ഉം, മാമപ്പഴ പറഞ്ഞില്ലേ, കമ്മ്യൂണിസ്റ്റ് ആവുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. അതിൽ ഉം, കൂടുതൽ പറയാനോ? അതിൽ കൂടുതൽ നിലപാടുണ്ടോ? ഉം, അപ്പൊ കാലാവസ്ഥമായ മാറ്റം അവര് സ്വീകരിച്ചു. പത്രത്തിൽ അത്രമാത്രം കമ്മ്യൂണിസം വേണ്ട, സർക്കുലേഷൻ ബിസിനസ്സാ. ഉം, ഞാനൊരു കട തുറന്നാലേ കമ്മ്യൂണിസ്റ്റുകാരൻ എന്റെ കടയിൽ നിന്ന് ഒന്നും വാങ്ങിക്കണ്ട എന്ന് പറയാൻ ഒക്കുമോ? ഉം, അതേ പോളിസിയാ. ഇന്നിപ്പം ദേശാഭിമാനിയേക്കാൾ കൂടുതൽ പത്രം മനോരമയ്ക്ക് വന്ന എന്തുകൊണ്ടാ? കമ്മ്യൂണിസ്റ്റുകാർ വരുന്നതുകൊണ്ട്. അവരെന്ത് പറയുന്നു ഞങ്ങളെ പറ്റി, മനോരമ ഉം, എന്തു പറയുന്നു എന്ന് അറിയണം. ഉം. ആ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് അടിസ്ഥാനപരമായിട്ട് ആ വിശ്വാസം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, സംശയമില്ല. പക്ഷെ പഴയപോലെ പ്രകടമാക്കുകയില്ല. ഉം. ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് അങ്ങയുടെ അടിയന്തരകാലത്ത് നമുക്കതൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, ചെയ്തേ വെക്കുള്ളൂ. പട്ടാള ഭരണം പോലെ നമ്മള് ഒന്ന് എതിർക്കാൻ നോക്കിയിടുന്നു. ഉം. അന്നത്തെ അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആധുനിക സംഭവങ്ങളല്ലേ. അന്ന് സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയില്ല, ഭരണഘടന ഇല്ലാതാക്കി. ഇങ്ങനെ ഉം. പിണറായി വിജയനെ നമ്മളിപ്പം എതിർക്കുകയാണെങ്കിലേ ഉം. പരസ്യം കിട്ടുകയില്ല. പരസ്യം ആ അറിയാമോ? അതെ. പരസ്യം ഇല്ലെങ്കിലേ പത്രം നിന്നു പോകും. ഉം. അവിടെ കുഴപ്പം. അതേപോലെ വിട്ടുവീഴ്ച ചെയ്തേ ഒക്കുള്ളൂ. വിട്ടുവീഴ്ചകളുണ്ട്. എല്ലാ മാധ്യമങ്ങളും നിലനിൽക്കണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം, എല്ലാവരെയും ഉൾക്കൊള്ളണം, അല്ലെ? അതെ, പരസ്യം നിങ്ങൾക്ക് വേണോ? ഇപ്പൊ കേരള ഗവൺമെന്റ് ഇപ്പൊ ഒരു പേജ് പരസ്യം തരികയാണെങ്കിൽ 4-5 ലക്ഷം രൂപയാ. അത് വേണോ അതോ കമ്മ്യൂണിസം വേണോ ഉം. എന്നാ ചോദ്യം. ഇത് താങ്കള് കേന്ദ്രത്തിലും അതേ സംഭവമില്ലേ? അതെ, എന്തോ താങ്കൾ 1959 നാഗ്പൂരിൽ നിന്നും ജേർണലിസത്തിൽ പിന്നെ ഡിപ്ലോമ നേടി മനോരമയിൽ വരുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ പിന്നെ മാധ്യമ പ്രവർത്തനത്തിൽ പിന്നെ ഇങ്ങനെ ഒരു ഡിപ്ലോമയുള്ള ആദ്യത്തെ അല്ലെങ്കിൽ ഒരേ ഒരു പത്രപ്രവർത്തകനാണ് താങ്കൾ ആ സമയത്ത്, അല്ലെ? അതെ അതെ. അത് ഈ മാധ്യമ ജീവിതത്തിലെ സഹായിച്ചിട്ടുണ്ടോ? സഹായിച്ചിട്ടുണ്ട്. കാരണം പത്രപ്രവർത്തനത്തിൽ ഒന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. കണ്ടുപഠിച്ചാൽ മതി, ആശാരപ്പണി കണ്ടുപഠിക്കുന്നുണ്ട്, കണ്ടുപഠിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അത് അങ്ങ് അറ്റത്തെ സാങ്കേതിക വിദ്യയുടെ ഒരു പ്രതിഫലനോ. ന്യൂയോർക്കിൽ ഒരാൾ വർത്തമാനം പറഞ്ഞാൽ ഒരു വിരൽ കുത്തിയാൽ വാർത്ത കോട്ടയത്ത് വരും.
അങ്ങ് അത്രമാത്രം പുരോഗതി വന്നു. അപ്പൊ അതിനെ ഒരുപാട് പഠിക്കാനുണ്ട്. ഉം. ഉം. ഇപ്പൊ 19ാം നൂറ്റാണ്ടിൽ ആരെങ്കിലും വിമാനത്തെ കയറിയിട്ടുണ്ടോ? ഇല്ല. ഉം. ആ, അന്ന് പറഞ്ഞറിയാ. ഇന്ന് ബസ്സിൽ കയറി പോയാൽ പോരെ. ഉം. ആ, അതുപോലുള്ള പുരോഗതിയാ മനസ്സിലാക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിന് പിന്നെ കൃത്യമായിട്ടുള്ള ആധുനിക രീതിയിലുള്ള പരിശീലനം മാധ്യമ പ്രവർത്തകർക്ക് വേണം അല്ലേ? മസ്റ്റ് വേണം. വേണം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ഇല്ലെങ്കിൽ അവൻ പറഞ്ഞുകൊള്ളപ്പെടും. അപ്പൊ ഈ 90-ലെ വിരമിച്ച ശേഷം പത്രങ്ങളെല്ലാം വായിക്കാറുണ്ടോ, അതോ മനോരമ മാത്രമേ വായിക്കാറുള്ളൂ? മനോരമ എനിക്ക് മരിക്കുന്ന വരെ ഫ്രീയാ. ഉം. അപ്പൊ വായിച്ചേ തീരൂ. അപ്പൊ ഈ 90-ൽ വിരമിച്ച ശേഷം ഇപ്പൊ 34 വർഷമാകുന്നു, 3.5 പതിറ്റാണ്ടാകുന്നു. ഈ മാധ്യമ രംഗത്ത് വലിയ മാറ്റം വല്ലതും വന്നിട്ടുണ്ടോ ഈ നിലവാരത്തിൽ, ഉള്ളടക്കത്തിൽ, ശൈലിയിൽ ഒക്കെ? സാങ്കേതിക രംഗത്ത് പല പുരോഗതി ഉണ്ടെങ്കിലും സാംസ്കാരികമായിട്ട് എടുത്തു പറയത്തക്ക പിന്നെ പുരോഗതി ഇല്ല. പക്ഷെ വേഗത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് കാര്യം നടക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കിട്ടുമെന്നല്ലാതെ സാംസ്കാരിക രംഗത്തോ ഭാഷാ രംഗത്തോ ഒന്നും പത്രം വായിച്ചുകൊണ്ട് ഗുണമില്ല. അതായത് നമുക്ക് തെറ്റായ ഭാഷ പഠിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. നിങ്ങൾ നേരം വിളിക്കുമ്പോൾ ഇതിനെ തെറ്റായ ഭാഷ കൊണ്ട് തന്നാൽ എന്ത് ചെയ്യും? നിവർത്തിയില്ല, വായിച്ചു നോക്കൂ. ഇപ്പൊ നമ്മൾ ഉപ്പുമാവോ അല്ലെങ്കിൽ ദോശ അല്പം മോശമാണെങ്കിലും വിശപ്പുണ്ടെ തിന്നിയല്ലേ എന്ന് പറഞ്ഞ പോലെ സംഭവം. ഉള്ളടക്കത്തിലെ സാംസ്കാരികമായ മാറ്റം വളരെ വളരെ മെച്ചപ്പെട്ടെന്ന് പറയാൻ ഒക്കെയില്ല. ഒരു ഞാനും നെക്കടിയാ. കാർട്ടൂൺ കൊടുക്കുക, പെണ്ണുങ്ങളുടെ നഗ്നമായ വേഷം കൊടുക്കുക, ഇന്ത്യയിൽ തുണി എന്ന രീതിയിലാ സിനിമാ താരങ്ങൾ ഇപ്പം ഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആ രീതിയിൽ സാംസ്കാരിക രംഗത്ത് വലിയ വലിയ അറപ്പതന വാസ്തവത്തിൽ. ആളുകൾ എന്തും പറയാം, എന്തും ചീത്ത പറയാം, ഒരു അതിരില്ലാതെ പറയാം. അവനത് ഭാഷയുടെ എല്ലാ സീമയും ലംഘിച്ച കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് പത്രം വായിച്ച് ഭാഷ നന്നാക്കാനൊന്നും പറ്റില്ല. താങ്കൾക്കൊരു പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു പ്രവർത്തന മേഖലയുണ്ട്. ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാട് തറയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഈ പള്ളിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? പിന്നെ താങ്കൾ അതിന്റെ സഭാ ചരിത്രകാരനായി നിലക്കൽ പള്ളി സൺഡേ സ്കൂളില് ഞാൻ നാലാമത്തെ വയസ്സിൽ സൺഡേ സ്കൂളിൽ ചേർന്നു. അങ്ങനെ ആരംഭിക്കുന്നേ. അതായത് നമ്മളിപ്പം 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോ ആന്ന് പഠിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ പല നീതിശാസ്ത്രങ്ങളും കാര്യങ്ങളും പഠിക്കുന്ന 4ാം വയസ്സിലാ. പിന്നെ താറാവ് നീന്തു പഠിക്കുന്ന പോലെയാ, അത് ആരും പഠിപ്പിക്കണ്ട. അപ്പൊ ഈ സൺഡേ സ്കൂളിൽ അധ്യാപകനായത് എങ്ങനെയാണ്? സൺഡേ സ്കൂളിൽ അധ്യാപകനായത് എങ്ങനെയാണ്? ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളികളിലെ എല്ലാ മെമ്പേഴ്സും സൺഡേ സ്കൂൾ അവരുടെ പിള്ളേരെ വിടും. കാരണം എല്ലാ നല്ല കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സംഘടന സൺഡേ സ്കൂൾ. അപ്പൊ അപ്പനെ അമ്മയെ, അച്ഛനെ അമ്മയെ അവരെയൊക്കെ ബഹുമാനിക്കണം, അപ്പം മനുഷ്യരെയൊക്കെ എല്ലാരെയും സ്നേഹിക്കണം എന്നൊക്കെ തുടങ്ങുന്നൊക്കെ അമ്മ. അല്ലെ അപ്പനെ അമ്മയോ നിന്റെ വീട്ടിൽ കൊല്ലാനും തെറി പറയാനും ഒന്നുമല്ല. അതുപോലെ സഹോദരങ്ങളെ, സ്ത്രീകളെ, അത് പറഞ്ഞേക്കുന്നത് മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ, അല്പം സ്ത്രീകളെ പെങ്ങന്മാരെ പോലെ, അങ്ങനെ അതുപോലെ അല്ല അന്യരായിട്ട് കണക്കാക്കാൻ പാടില്ല. അതെല്ലാം പഠിക്കുന്നത് ഈ പള്ളിക്കൂടത്തിലാണ്, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഹൈന്ദവർക്കാണെങ്കിൽ പലയിടത്തും ആധ്യാത്മിക ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള വളരെ കുറവാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഞങ്ങളെ പോലെ വ്യാപകമായി ലഭിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് വേറെ കൊല്ലുന്നവര് കോഴിയെ കൊല്ലുന്നവരേ ഉള്ളൂ. ഇത് സൺഡേ സ്കൂളിലെ എത്ര വർഷം അധ്യാപകനായി? 45 വർഷം. അത് റെക്കോർഡാണല്ലേ? അതൊന്നും എനിക്ക് എന്നെക്കാൾ കൂടുതലുണ്ട്. ഉമ്മൻചാണ്ടിയെ പഠിപ്പിച്ച സാറ് മരിച്ചത് 103ാം വയസ്സിലാണ്.
ഉം, 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 ഉം. അങ്ങനെ സൺഡേ സ്കൂൾ വാദ്യാരും സ്കൂളിലെ ആയിരുന്നു വാദ്യാരുമായിരുന്നു. ആ ആയിരുന്നു ആയിരുന്നു 103 അതെ. ടോമി നാല് പേര് മരിച്ചു. രണ്ടു മരിച്ചു. വർഷം മരിച്ചു. ഓക്കെ. 103 അപ്പൊ ഈ റെക്കോർഡുള്ളത് വേറെ. സഭയുടെ റെക്കോർഡുള്ളത് ചരിത്രം എഴുതാനുള്ള സഭയുടെ ചരിത്രം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രം, അത് ഒത്തിരി പുസ്തകങ്ങളുണ്ടല്ലോ. സഭയുമായി ആ ബന്ധപ്പെട്ട നൂറിലധികം പുസ്തകങ്ങൾ താങ്കൾ എഴുതി. ഈ ചരിത്രം എഴുതാനുള്ള എഴുതി. പ്രേരണ എന്തായിരുന്നു? പ്രേരണ ഈ സഭയുടെ പ്രസ്ഥാനങ്ങളിൽ ചേർന്നു. ഞാനൊരു ചരിത്ര വിദ്യാർത്ഥിയാ. ഉം, BA ചരിത്രം എക്കണോമിക്സ്, അതാ എന്റെ വിഷയം. ഉം, അതുകൊണ്ട് എനിക്ക് ചരിത്രവുമായിട്ട് ആദ്യം തൊട്ടേ ഒരു ആഭിമുഖ്യവും താല്പര്യവും വന്നു. അത്രേ ഉള്ളൂ. ഉം. അത് ആദ്യം എഴുതിയ പുസ്തകം ഏതാണ് ഈ സഭാ ചരിത്രവുമായി ബന്ധപ്പെട്ട്? സഭാചരിത്രമായിട്ട് ഞാൻ ആദ്യമായിട്ട് എഴുതിയ 2-3 മെത്രാന്മാരുടെ ജീവിതത്തിലാണ്. കാരണം എന്നെ പഠിപ്പിച്ച ഒരു മെത്രാൻ ഉണ്ടായിരുന്നു, ഡാനിയൽ മാർ ഫിലിക്സിനോസ്. ഉം, അദ്ദേഹത്തെ പറ്റി എഴുതി. പിന്നെ ഞങ്ങളുടെ സഭയിലെ ശ്രീബാദാസ സമൂഹം, അതായത് താമയാദിക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു സംഘടന ശ്രീബാദാസ സമൂഹം. ഉം, അപ്പൊ അടുത്ത 15-ാം തീയതി എന്റെ വാർഷികം പരവര വെച്ച്, വാർഷികമല്ല ശതാബ്ദി, ഉം. കേന്ദ്രമന്ത്രി ജോർജ് ഉണ്ട്, ജോർജ് കുര്യൻ. അങ്ങനെ അതിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഉം, ഈ കാര്യങ്ങളെ പറ്റിയാണ് ആദ്യം എഴുതിയത്. ഉം. പിന്നെ അങ്ങനെ ഇത് മുറപ്രകാരം കണക്കെഴുതി വെച്ചിട്ടില്ല, അങ്ങനെ എഴുതി പോയി. ഏറ്റവും ഇപ്പൊ അവസാനത്തെ ഏറ്റവും പുസ്തകം, അവസാനം ഉം, എന്തോ ഏറ്റവും അവസാനം ഇറങ്ങിയ പുസ്തകം കഴിഞ്ഞ വർഷം അല്ലേ? കഴിഞ്ഞ വർഷം അതിന്റെ ഇറങ്ങിയ പേരെന്താ? പുസ്തകമാണ്. അതായത് ബോംബെ ഭദ്രാസന ചരിത്രം. ഉം, അതിന്റെ കൂടെ ആ ഭദ്രാസനം സ്ഥാപിച്ചു വളർത്തിയ ഫിലിപ്പോസ് മാർ തെയോഫിലോസ് മെത്രാനുണ്ട്, മരിച്ചുപോയി. അദ്ദേഹം ഉം, ഞങ്ങളുടെ സഭയുടെ ഉം, അംബാസഡർ ആയിരുന്നു. ഉം, അതാ പുസ്തകം ഇറക്കിയത്. ഉം. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. താങ്കൾ ആ സാർ റിട്ടയർമെന്റിന് ശേഷം ഒരു സായാഹ്ന ദിനപത്രം ഇറക്കിയിരുന്നല്ലോ, അതേക്കുറിച്ച് കൂടി ഒന്ന് അത് പറയാം. അത് പത്രം ഓഫീസ് നിറയെ പോയപ്പം എനിക്കുള്ള താല്പര്യമുള്ള വിഷയമായിട്ട് ഇറക്കിയെങ്കിലും നമ്മുടെ ഉം, ഇലക്ട്രിസിറ്റി വകുപ്പ് എന്നോട് സഹകരിച്ചില്ല. ഉം, പത്രം എല്ലാം ശരിയാക്കി വെക്കുമ്പോൾ കറണ്ട് ഇല്ല, ഉം. അത് നിന്നുപോയി. അങ്ങനെയാ. പത്രത്തിന്റെ പേരെന്തായിരുന്നു? ദിനാന്ത ദീപം, അതായത് ദിവസത്തിന്റെ അവസാനം ദീപം. ആ. എത്ര കാലം ഇറങ്ങിയ പത്രം? 2 വർഷം. 2 വർഷം. അപ്പൊ അതിന്റെ ഉദ്ഘാടനത്തിന് പോയ കാര്യം ഈ കുര്യൻ പാമ്പാടി സാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ശരിയാ. ആദ്യ ലക്കത്തിൽ മദ്യപന്മാരുടെ കേരളം, അങ്ങനെ എന്തോ ഒരു ടൈറ്റിലില് ആയിരുന്നു മുഖ്യ വാർത്ത കൊടുത്തിരുന്നത് എന്ന് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ശരിയല്ലേ? പറയുന്നുണ്ട്. കാരണം ഞാൻ അന്ന് എന്നും മദ്യപാനത്തിനും മദ്യത്തിനെതിരാ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള വിഷയം എഴുതി, അത്രേ ഉള്ളൂ. അതെ. തന്നെയല്ല, ഇവിടെ നമ്മുടെ നാട്ടില് എന്റെ അഭിപ്രായത്തിൽ അങ്ങ് ഒഴിച്ച ബാക്കി മിക്കവാറും ആൾക്കാർ കുടിയന്മാരാ. അപ്പൊ അവരുടെ ഇടയിൽ സബ്സ്ക്രിപ്ഷൻ കിട്ടും. ഈ പുതിയ മാറിയ സാഹചര്യത്തിലും അത് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത്. ലഹരി ഉപയോഗം കുട്ടികളുടെ പോലും ഉണ്ടല്ലോ. അതൊക്കെ വായിക്കുമ്പോ വേണ്ട രീതിയിൽ അവർക്ക് ഇതുപോലെ സൺഡേ ക്ലാസ്സിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടൊക്കെ ആണോ ഇങ്ങനെ വരുന്നത്? അതല്ല, മദ്യം കുടിക്കുന്നത് മോശം നിങ്ങൾക്ക് എല്ലാം അറിയാം. പിന്നെ ചുമ്മാ അതല്ല, സർക്കാർ, നമ്മുടെ സർക്കാർ നിലനിൽക്കുന്നത് മദ്യം കാശ് കൊണ്ടാ. മനസ്സിലായോ? ശമ്പളത്തിന് കാശില്ലെങ്കിൽ വാങ്ങിക്കുന്ന എവിടെ? ബെവറേജ് കോർപ്പറേഷനാ. അപ്പൊ മദ്യം നമ്മുടെ ലൈഫ് ലൈനാ. അതിനെന്ത് ചെയ്യാനും. അപ്പോ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒത്തിരി നേരമായി. ചേട്ടൻ ഇത്രയും ദീർഘമായി സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഈ മുതിർന്ന മാധ്യമ പ്രവർത്തകർ, തങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ, മനോരമയുടെ മുൻ സഹപ്രവർത്തകർ, ഇവരുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ടോ മാധ്യമ രംഗത്തെ കുറിച്ചൊക്കെ? ഇപ്പം ഹലോ സർ, ഈ ചോദ്യം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ സർ. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ശ്രീ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ
ശ്രീ KV മാമന്റെ അനുഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 45 മിനിറ്റായി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളോട് പങ്കുവച്ചു. അദ്ദേഹത്തിന് ഇപ്പം 95 വയസ്സ് കഴിയുന്നു. 96 വയസ്സ് സർ, 96. 96 വയസ്സുണ്ട് അദ്ദേഹത്തിന്. 96 വയസ്സുണ്ട് അദ്ദേഹത്തിന്. നമുക്ക് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? മാറിയ ട്രെൻഡുകളെ കുറിച്ചും കൂടി ഒന്ന് ചോദിക്കണം സാർ. ഇപ്പൊ ചോദിച്ച ചോദ്യം കഴിഞ്ഞിട്ട് അത് ചോദിക്കാം സാർ. ചോദിച്ചത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ. ഇടയ്ക്ക് ശബ്ദം കേൾക്കുന്നു വേറെ തിരിച്ച്. അദ്ദേഹത്തിന്റെ കോട്ടയത്തിനടുത്തുള്ള മന്ദിരം ആശുപത്രി ജംഗ്ഷനിലുള്ള വീട്ടിൽ വെച്ചാണ് നമ്മളിത് ഓൺലൈനായി ഇത് ശബ്ദലേഖനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ചരിത്ര സാക്ഷികൾ എന്ന പരമ്പരയിൽ പ്രത്യേക ക്ഷണിതാവായാണ് അദ്ദേഹം എത്തിയത്. അടുത്ത കാലത്തുണ്ടായ പക്ഷാഘാതം അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല. അദ്ദേഹം വളരെ ഉഷാറായി ഇരിക്കുന്നു. ഇത്രയും നേരം അദ്ദേഹം നന്നായി നമ്മളോട് സംസാരിച്ചു. നല്ല ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്കൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം കർമ്മനിരതനാണ്, എഴുതിക്കൊണ്ടിരിക്കുന്നു. സജീവമായി മാധ്യമ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ചോദിച്ച ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ സർ? അദ്ദേഹം സംസാരിക്കും. സാർ, ഇത് മനോരമയിൽ നിന്ന് വിരമിച്ചിട്ട് ഇപ്പം 3.5 പതിറ്റാണ്ടാകുന്നു. മനോരമയിലുള്ള മാധ്യമ പ്രവർത്തകരുമായൊക്കെ താങ്കളിപ്പം ബന്ധപ്പെടാറുണ്ടോ? മാധ്യമരംഗത്തെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ടോ? ബന്ധപ്പെടാറുണ്ട്, പങ്കുവെക്കാറുണ്ട്, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് സ്വാതന്ത്ര്യമുണ്ട്. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് ചെയ്യുന്നുണ്ട്. സജീവമായിട്ട് നിൽക്കുന്നു. വളരെ സന്തോഷം. ഹേമ, ചോദ്യം ഞാൻ ചോദിക്കാം സർ. അന്ന് ഇപ്പൊ ഈ മാറിയ സാഹചര്യത്തില് ഒരുപാട് പുതിയ പ്രവണതകള് പിന്നെ വരുന്നുണ്ടല്ലോ മാധ്യമ പ്രവർത്തനത്തിൽ തന്നെ. പ്രത്യേകിച്ച് ഇപ്പൊ ദൃശ്യമാധ്യമ രംഗത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. റിപ്പോർട്ടിംഗ് രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ സാർ എങ്ങനെയാണ് കാണുന്നത്? വ്യവസായത്തിന്റെ ഭാഗമായ നമുക്കൊന്നും ചെയ്യാൻ നോക്കിയില്ല. നമ്മൾ ഏറെ പിന്നെ നമുക്ക് അതിന് കഴിവില്ല. നമ്മുടെ കഴിവിനൊരു പരിധിയുണ്ട്, അതിനപ്പുറം. അതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ വ്യവസായത്തിന്റെ രീതിയിൽ അവർക്ക് വേണം എന്ന് വന്നു കഴിഞ്ഞാൽ അത് നടത്തുന്നവർക്ക് അത് ചെയ്യാണ്ട് നമുക്കൊന്നും ചെയ്യാൻ നോക്കിയില്ല. അല്ല, ചില ദിവസങ്ങളിൽ വാർത്ത വരുമ്പോ ഇപ്പൊ ഈ അജണ്ട സെറ്റ് ചെയ്യുന്നു മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം ഈ ലോകത്ത് ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഒരേ വാർത്തയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അത് മാത്രം അവതരിപ്പിക്കുന്ന ചില രീതികൾക്കാണ് അങ്ങനെ പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ അങ്ങ് ശ്രദ്ധിക്കാറുണ്ടോ? അപ്പം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും എന്നും വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതൊന്ന് വായിച്ചു പോകുന്നുണ്ടാവ് ആരും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല. അതവരുടെ ജോലി എന്നുള്ളൂ. മാത്രമല്ല ഇപ്പൊ പത്രവായന തന്നെ കുറഞ്ഞു. പുതിയ ചെറുപ്പക്കാരില് പത്രം വായിക്കുന്ന ശീലം വളരെ കുറവാണ്. അവര് മൊബൈലിലാണ് പത്രം വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ വായിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇപ്പൊ വന്നിരിക്കുകയാണ്. മെയിൻ സ്ട്രീം മീഡിയ അല്ലാതെ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് പലരും വാർത്തയല്ല, ഒരുതരം ഗോസിപ്പ് പോലെ ആണ് കാണുന്നത്. അപ്പൊ ഇതെല്ലാം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പത്രത്തിന്റെ സർക്കുലേഷനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും ഫ്യൂച്ചറിൽ ഇതിന്റെയൊക്കെ ഒരു ഭാവി? ഇപ്പോ പത്രത്തിന്റെ വായന കുറഞ്ഞു, സർക്കുലേഷൻ കുറഞ്ഞു. ഇന്ന് രാവിലെ ഞാനൊരു പത്രവിതരണക്കാരനെ പറഞ്ഞു, സർക്കുലേഷൻ കുറയുന്നു, പണം യഥാസമയം കിട്ടുന്നില്ല, അങ്ങനെ സ്ഥിതി വന്നു കഴിഞ്ഞു. പിന്നെ IT യുഗമല്ലേ, അപ്പൊ IT യുഗത്തിന് വേണ്ടി പത്രം ഒരുങ്ങി കഴിഞ്ഞില്ല. അതുകൊണ്ട് ഭാവി ശോഭനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിന്നുപോകുന്നല്ല, പക്ഷെ ഇതേ പുരോഗതി പോകാൻ സാധ്യതയില്ല എന്നാ എന്റെ പത്രം വായിച്ചിപ്പം ഈ
എന്റെ കൊച്ചുമക്കൾ ഒന്ന് രണ്ട് പേര് IT രംഗത്തുണ്ട്. അതാരും പത്രം വായിക്കാറുന്നില്ല. പ്രധാനപ്പെട്ട കാര്യം ഞാൻ നോക്കി അത്രേ ഉള്ളൂ. പക്ഷെ ഓക്കെ. വാർത്തയൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. വാർത്തക്കാരിൽ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. പക്ഷെ പഴയ പോലെ വായനയില്ല. അപ്പൊ വായനയ്ക്ക് ആ ഫ്യൂച്ചർ ഇല്ല. ഇവിടെ ഇപ്പം ഞാൻ 3 പത്രം, മനോരമ, അതുപോലെ ഹിന്ദു എല്ലാം വരുന്നുണ്ട്. ഞാനൊക്കെ അപ്പോഴൊക്കെ നോക്കും. ഇവരൊക്കെ ഹെഡിക്ക് നോക്കും. അതാ സത്യം. എന്റെ രണ്ടാമത്തെ മകൻ അഡ്വക്കേറ്റ് നോട്ടറിയാണ്. പുള്ളി ആ പോലെ ഹെഡിങ്ങൊക്കെ നോക്കി ന്യൂസ് അറിയാതെ ഡീറ്റെയിൽസ് ആയിട്ട് വായിക്കാൻ നേരമില്ല, വായിക്കുന്നില്ല. ഈ രാഷ്ട്രീയ വാർത്തകൾ ഒരുപാട് കൊടുക്കുകയുണ്ടോ പത്രങ്ങളില്? അത്രയും ഓവർഡു ചെയ്യേണ്ട കാര്യമുണ്ടോ? അതോ അല്ല, അതിപ്പം പത്രവാർത്തയും രാഷ്ട്രീയമാണ് ജനങ്ങളുടെ പ്രധാന ചിന്താ വിഷയം. അതുകൊണ്ട് കുറച്ച് അവരെ ഇപ്പം മീനോ ഇറച്ചിയോ വേണ്ടി ഒരു ആളിന് വെണ്ടയ്ക്കായ വാവയ്ക്കായ കൊടുത്താൽ ഉപ്പു അതുപോലെയാ. അവർക്ക് വേണ്ടി അതാ. അല്ലാതെ സാമൂഹ്യ വാർത്തയൊന്നും അത് പ്രശ്നമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ വയനാട്ടില് മലയിടിഞ്ഞു പോയി, സർക്കാർ ചെയ്തോളൂ, അത്രേ ഉള്ളൂ. ഈ വികസന വാർത്തകൾ ഇപ്പോഴത്തെ ഒരു പുതിയൊരു പ്രവണത, വികസന വാർത്തകൾ ധാരാളമായിട്ട് മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. പണ്ട് കാലത്ത് എങ്ങനെയാണ് ഈ വികസന വാർത്തകൾ പ്രത്യേകമായിട്ട് നോക്കിയെടുത്ത് തെരഞ്ഞെടുത്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടോ? പണ്ട് ഗവൺമെന്റ് ലെവലിൽ വികസനം കുറവാണ്. നമുക്ക് നാട്ടിൽ റോഡ് വേണമെങ്കിൽ നാട്ടുകാർ തന്നെ സ്ഥലവും കൊടുത്ത് റോഡ് കിട്ടും. ഇന്നിപ്പോ റോഡ് വേണമെങ്കിൽ സ്ഥലം വാങ്ങിക്കണം. ആര്? സർക്കാർ കാശ് കൊടുക്കും. ജനങ്ങളുടെ ആ താല്പര്യം പോയി. സർക്കാരിന് വേണേ ചെയ്തോട്ടോ. ഇപ്പൊ മാലിന്യം തളർന്നു. ആ തള്ള ഇരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണേ ചെയ്യാം. പക്ഷെ ആരെങ്കിലും ചെയ്താൽ ഉടനെ സർക്കാർ അറിയിച്ചു, അങ്ങനെ അറിയിച്ചു, പോലീസിൽ അറിയിച്ചു. പണ്ടിതില്ല, മാലിന്യം കേട്ടിട്ടേ ഇല്ല. അതാ ജനങ്ങളുടെ സപ്പോർട്ട് പോകും. ജനങ്ങളുടെ സപ്പോർട്ട് ഉറപ്പുവരുത്താൻ മാധ്യമങ്ങളും ഇടപെടണ്ടേ? പക്ഷെ അതിന് ഇഫക്റ്റീവ് അല്ല. എന്റെ വീട്ടിലൊക്കെ റോഡില് മാലിന്യം ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യം എന്താ? അത് സംഭവിക്കുന്നതിന് മുമ്പേ തടയാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതില്ല. ആൾക്കാർ സർക്കാർ കാര്യം മുറപോലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ ജനറേഷൻ അധികം പത്രം വായിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. അവര് മലയാളം ഭാഷ പഠിക്കുന്നവര് വളരെ കുറവാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഇവരെയൊക്കെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് ഇനി കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഉണ്ട്. മലയാളം പഠിച്ചോണ്ട് വീട്ടിൽ ഇരിക്കുള്ളൂ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ആഗോള മനോഭാവക്കാരും. എന്റെ ഒരു കൊച്ചുമകനേ ഉള്ളൂ. അവൻ കാനഡയില്ല. ബിടെക്കും എല്ലാം പഠിച്ചതാ. അവന് പറ്റിയ ജോലി ഇവിടില്ല. വേറെ 1-2 പിള്ളേർ പഠിച്ച് അതൊരു ബാംഗ്ലൂരും എറണാകുളത്തോ. ഇവിടെ ജോലിയില്ല. പിന്നെ അവർക്ക് മലയാളം എന്തിനാ? ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടി ഇല്ല. അവിടെ പ്രശ്നം. ചുമ്മാ ഇരിക്കാവുന്നു. അങ്ങ് ദൃശ്യമാധ്യമങ്ങളുടെ വാർത്തയാണോ താല്പര്യത്തോടു കൂടി കാണുന്നത്, അതോ പത്രവായന തന്നെയാണോ? അതിന്റെ നിലവാരം പോയി. കാണാറുണ്ടോ? വല്ലപ്പോഴും കാണുമല്ലാതെ എപ്പോഴും കാണാൻ എനിക്ക് നേരം. നിലവാരം പോയി. അവിടെ പ്രശ്നം വന്നു. ദൃശ്യമാധ്യമങ്ങളുടെ നിലവാരം പോയി അല്ലെ? നിലവാരം പോയി. അതെ, ദൃശ്യമാധ്യമങ്ങളുടെ നിലവാരം അല്ലെ, അതിനെ പറ്റിയല്ലേ അങ്ങ് സംസാരിച്ചത്? നമ്മളെ ഒരു സാംസ്കാരിക മണ്ഡലത്തിൽ ജീവിക്കുന്നവരാണ്. ബഹുമാനിക്കുക. ഞാൻ പറയാം, ഉദാഹരണം, ഒരു പ്രായമുള്ള സ്ത്രീ കണിശമായി എണീക്കണം. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളാണെങ്കിലും അങ്ങനെയൊക്കെ ഒരു അപ്പനെയും അമ്മയും ബഹുമാനിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക, അതൊക്കെ പഴയ ശീലവും ഐശ്വര്യത്തിന്റെ ലക്ഷണമാണ്. അതെല്ലാം പോയി. മാധ്യമ ധാർമ്മികതയും ചർച്ചാ വിഷയമാണിപ്പോ. താഴ്ന്നുപോയി. അതായത് ചില വാർത്തകൾ 1-ാം പേജ് കൊടുക്കാൻ പാടില്ല, അത് അകത്ത് കൊടുത്താൽ മതി. അപ്പൊ അകത്ത് പോകേണ്ട വാർത്തകൾ 1-ാം പേജ് കൊടുക്കുമ്പോൾ ആ വാർത്തയുടെ പേരിൽ 4 പത്രം വിൽക്കാനാണ്. അപ്പൊ നിലവാരം പോയിട്ട്. ഏതെങ്കിലും വാർത്ത ഓർമ്മിച്ച് പറയാമോ? അങ്ങനെയുള്ളത് ഒരു ഉദാഹരണത്തിന്? ഉദാഹരണം ഓരോ വാർത്ത പറയുന്നത്, ഇത് കൊലപാതകവും
റിപ്പോർട്ട് കേസൊക്കെ എന്നും വരുന്നുണ്ട്. ഇപ്പൊ ഒന്ന് പറയാനല്ല 1000 വേണേ പറയാം. 5 കോളത്തിൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു 1-ാം പേജില് വലിയ ന്യൂസാ. അതിന് ന്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ അസാധാരണ സംഭവങ്ങളാണ്. അതെവിടെ സംഭവിക്കുന്നു അതും വാർത്തയാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് എറണാകുളത്ത് ഒരു വിമാനം വീണാൽ വലിയ വാർത്തയാണ്. അതിപ്പം കാൻബറയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ വീണാൽ നമുക്കിപ്പോ വാർത്തയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ അതിന്റെ സാമീപ്യം, മരിക്കുന്ന ആളുകളുടെ പ്രാധാന്യം, സംഭവങ്ങൾ എല്ലാം ഒരുപാട് വരും. അങ്ങനത്തെ കാര്യങ്ങൾ വാർത്ത എന്ന് പറയും. അസാധാരണ സംഭവം. ഇപ്പം ആഫ്രിക്കയിൽ നേതാവ് മരിച്ചു 2 മാസം മുമ്പ്, ആരും അറിഞ്ഞില്ല. ഇപ്പൊ അറിഞ്ഞ ന്യൂസാ എന്ന് പറഞ്ഞ് എവിടെ സംഭവിക്കുന്നു, എന്ന് സംഭവിക്കുന്നു, ഇതെല്ലാം നോക്കിയാൽ ന്യൂസിന്റെ വാല്യൂ. ആരുൾപ്പെടുന്നു. ഒരു മന്ത്രിയാണെങ്കിൽ വലിയ വാർത്ത. സാധാരണ മന്ത്രിയേക്കാൾ മിടുക്കനാണെങ്കിലും കഴിയും. ഒരു ലഘുത്വം. അപ്പം നമുക്ക് ഇപ്പം ഹേമന്ത് ചോദ്യങ്ങളൊന്നും ഇനി ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഇല്ല, അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ. ആ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. വിശദമായി പറഞ്ഞു. പറ്റി പറഞ്ഞു. അതെ. മാത്രമല്ല അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചിട്ട് ഏതാണ്ട് 1 മണിക്കൂർ ആകുന്നു. ഈ പ്രായത്തിലും വളരെ ചുറുചുറുക്കോടെ നല്ല തിളങ്ങുന്ന ഓർമ്മകളോടെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, മാധ്യമ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെക്കുറിച്ച്, സമകാലിക സംഭവങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായി നമ്മളോട് സംസാരിച്ചു. അങ്ങനെ പ്രത്യേക അതിഥിയായി ചരിത്ര സാക്ഷികൾ പരമ്പരയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ശ്രീ KV മാമൻ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്കാരം. നമുക്കിവിടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. സത്യത്തില് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോഴത്തെ സംഭവഗതികളെ പറ്റിയിട്ട് പറയുന്നത്. കൃത്യമായിട്ട് വാർത്തകൾ വായിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന അത് നമ്മളെ അമ്പരപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ ഓരോ വാർത്തകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കൃത്യമായിട്ട് വർത്തമാനകാലത്തിനെയും ചരിത്രത്തെയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലബ് ഹൗസിലെ ഈ പ്രത്യേക പരിപാടി നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുത്ത KV മാമൻ സാറിന് ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി പറയുന്നു. നമസ്കാരം സാർ. നമസ്കാരം. അത് വേണ്ട. അങ്ങയുടെ ഈ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം മാറ്റിവെച്ചതിൽ ഞങ്ങളാണ് അങ്ങയോട് കൃതാർത്ഥത പറയേണ്ടത്. നന്ദി സർ. നന്ദി. നമസ്കാരം. നമസ്കാരം. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ.